ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചതിന് പിന്നാലെ മോഹൻലാലിനെ ബിഗ് ബോസ് വേദിയിൽ വെച്ച് ആദരിച്ചിരുന്നു. ഈ സമയം മത്സരാർത്ഥികളുടെ നേരെ തിരിഞ്ഞ് ലാലേട്ടൻ പറഞ്ഞു, "ഇനി ഞാൻ എൻ്റെ പിള്ളേരോട് സംസാരിക്കട്ടെ" എന്നായിരുന്നു. ലാലേട്ടൻ ഈ വാക്കുകൾ എല്ലാവരെയും ആവശ്യത്തിലാക്കി. ബിഗ് ബോസ് സീസൺ 7 അവസാനിച്ചുവെങ്കിലും അതിൻ്റെ അലയൊലികൾ കെട്ടടങ്ങിയിട്ടില്ല. ഇപ്പോൾ പിള്ളേർ എന്ത് ചെയ്യുന്നതാവും എന്ന ക്യാപ്ഷനോടെ ലാലേട്ടൻ ആലോചിക്കുന്ന വിധത്തിൽ എത്തിയ വീഡിയോ വൈറലായി മാറിയിരിക്കുകയാണ്. സീസൺ കഴിഞ്ഞതിന് പിന്നാലെ ഓരോ മത്സരാർത്ഥികളും എന്ത് ചെയ്യുന്നതാവും എന്നതാണ് ഹൗസിൽ ഇവർ പ്രധാനമായും ചെയ്തിരുന്ന കാര്യങ്ങളെ മുൻനിർത്തി ഈ വീഡിയോയിൽ രസകരമായി കാണിക്കുന്നത്. ഒരു കാരണവുമില്ലാതെ കരയുന്ന അനുമോൾ, ചാച്ചൻ്റെ ഓട്ടോയിൽ കറങ്ങുകയാണ് ബിൻസി, സുപ്രഭാതം പറഞ്ഞ് തൻ്റെ വീടിൻ്റെ മുൻപിലൂടെ നടക്കുന്ന അനീഷ്, ദിവസങ്ങളോളം എയറിലായിരുന്നതിന് ശേഷം ഭൂമിയിൽ തിരിച്ചെത്തി ഉറങ്ങുകയാണ് മസ്താനി, നോറയ്ക്ക് ലഭിച്ച പ്രപ്പോസൽ കണ്ട് ഞെട്ടുകയാണ് ആദില, ബിഗ് ബോസിൽ നിന്ന് ലഭിച്ച പണം കൊണ്ട് ജിസിൽ 100ാമത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി, ഷാനവാസ് തൻ്റെ മീശ വളരാനുള്ള എണ്ണയുടെ വിൽപ്പന ആരംഭിച്ചു, സാബുമാനാവട്ടെ സ്വന്തം പ്രോട്ടീൻ പൗഡർ ബ്രാൻഡ് ആരംഭിച്ചിരിക്കുന്നു എന്നെല്ലാമാണ് ഈ വീഡിയോ കാണിക്കുന്നത്. ആദിലയും നൂറയും ലാലേട്ടൻ വീട്ടിൽ അദ്ദേഹത്തിനൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ സിനിമയ്ക്കായി പഞ്ച് ഡയലോഗ് എഴുതുകയാണ് ഒനിൽ. അക്ബറും ബിന്നി ഇപ്പോഴും ഒരുമിച്ചിരുന്ന് കുത്തിത്തിരിപ്പ് പ്ലാൻ ചെയ്യുകയാണ്. 3 പാട്ടുകളായി പങ്കുവച്ചിരിക്കുന്ന ഈ വീഡിയോ ലക്ഷക്കണക്കിന് പേരാണ് ഏതാനും ദിവസത്തിനുള്ളിൽ കണ്ടു കഴിഞ്ഞത്.